ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഡ് നൈറ്റ് ഫോട്ടോ സ്റ്റുഡിയോയുടെ എപ്പിസോഡ് 9ൻ്റെ പാർട്ട് 2 കേൾക്കാം. മാനേജർ പല ആളുകളെയും പോസസ് ചെയ്ത് ജീവുനെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കോഫി ഷോപ്പിലെ ആൾ ദേഹത്ത് കയറി ഓഫീസിലുള്ളവരുടെ ഇഷ്ടാനുസരണങ്ങൾക്ക് അതും അങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്യുന്നതും, പിന്നീട് ഓഫീസിലെ കൊളീഗിനെ പോസസ് ചെയ്ത് അവൾക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസും ആ കൊളീഗ് ചെയ്യുന്നത് പോലെ നോട്ട്സും ഇവൾക്ക് ഹെൽപ്ഫുള്ളായി വയ്ക്കും. എനിക്ക് പ്രായശ്ചിത്തമായി ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മാറി നിന്ന് മാനേജർ ഓർക്കും. ഓഫീസർ ലീ കഴിഞ്ഞ ദിവസം വിസിറ്ററിൻ്റെ ഫാമിലി കീജുവിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങുന്നത് കാണുമ്പോൾ അത് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടാകും. ഇത്രയും വൈകി കസ്റ്റമർ വരുന്നതിനെക്കുറിച്ചൊക്കെ ഓഫീസർ ലീ സംശയത്തോടെ ആലോചിക്കും. ഇല്ലീഗലായിട്ട് അവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നും ഇവർ സംശയിക്കും. ആ പരിസരം കുറച്ച് സ്ട്രെയിഞ്ചാണ്. അവിടെ ഒരുപാട് പൂച്ചകളെ ഈയിടെയായിട്ട് ആരോ കൊന്നിടാറുണ്ട്. ഇനി വല്ല സീരിയൽ കില്ലറും അവിടെ ഉണ്ടാകുമോ എന്ന് മറ്റേ ഓഫീസർ പറയും. നല്ല സൂപ്പറായി വണ്ടി ഓടിച്ച് 2 മണിക്കൂറിനുള്ളിൽ എത്തേണ്ട സ്ഥലത്ത് 5 മണിക്കൂറായിട്ടും എത്താതെ വണ്ടിയുടെ ഫ്യൂലും തീർന്ന് വണ്ടി നട റോഡിൽ കിടക്കും. എത്തിയ സ്ഥലം അത്ര മോശമല്ലാത്തതിനാൽ അങ്ങനെ അവർ അവിടെ തന്നെ ക്യാമ്പയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ഹാനിന് വേണ്ടി കീജൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നീ തീർച്ചയായും മറ്റു പെണ്ണുങ്ങൾക്കും ഇത് നേരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകണമല്ലോ എന്ന് ഹാൻ ചോദിക്കും. എനിക്ക് ഒരു വിസിറ്റർ ഉണ്ടായിരുന്നു. ഡൂഡിൽസ് മാത്രമേ അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അവൾ ഭയങ്കര പിക്കിയും വളരെ ദേഷ്യക്കാരിയുമായിരുന്നു. സ്റ്റുഡിയോ ഒക്കെ ഒരു പരവുമാക്കിയിരുന്നെന്ന് കീജും പറയും. അത് 12 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നെന്ന് പറയുമ്പോൾ അവളാണോ അതൊക്കെ ഒപ്പിച്ചതെന്ന് ഹാൻ ചോദിക്കും. എന്നാൽ അവൾക്ക് ആ പ്രായത്തിനേക്കാളും കവിഞ്ഞ പക്വതയാണെന്ന് ഇവൻ പറയും. ഞാനും 12 വയസ്സിൽ മരിക്കേണ്ടതായിരുന്നു. ഇവൾ ആ ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഇവനോട് പറയും. 2 മാസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വന്നത്. അതും മുത്തശ്ശിയുടെ പ്രാർത്ഥന കാരണമാണ്. പിന്നീട് അതിനുശേഷം എനിക്ക് കയ്യിൽ ഒരു മാർക്കുമുണ്ടായി എന്ന് പറയുമ്പോൾ കീജുൻ അത് നോക്കാൻ ശ്രമിക്കും. എന്നാൽ അപ്പോഴേക്കും അവിടെ മഴ പെയ്യും. പിന്നീട് കുറച്ച് റൊമാൻസിനൊക്കെ കാണിക്കും. പിന്നീട് സ്റ്റുഡിയോയിലുള്ള മാനേജറിനെയാണ് കാണിക്കുന്നത്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നോക്കണം. ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റിയുമില്ല. ഞാൻ ഡിപ്രഷനിലിരിക്കുമ്പോൾ ഒരാൾ ട്രിപ്പിൽ, മറ്റേയാൾ വെക്കേഷനിൽ. പിന്നീട് കീജുൻ വായിച്ചു കൊണ്ടിരുന്ന സ്റ്റുഡിയോ ഓണേഴ്സിൻ്റെ ലോഗ് മാനേജർ കാണും. അത് മാനേജർ വായിക്കും. വീടിന് പരിസരത്ത് ചുറ്റും പൂച്ചകളുടെ ശവങ്ങളായിരുന്നു എന്ന ലൈൻ വായിക്കുമ്പോൾ ആ ഈവിൾ സ്പിരിറ്റ് പൂച്ചകളെ ഭക്ഷിച്ച് അതിൻ്റെ ശരീരം വലിച്ചെറിയുന്നതായിട്ട് കാണിക്കും. ഇനി ഫോട്ടോഗ്രാഫറിൻ്റെ മരണം അടുക്കാറാകുമ്പോഴാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ അങ്ങനെ സംഭവിക്കാത്തത് കാരണം കീജുന് ഇനിയും ആയുസുണ്ടാകുമെന്ന് മാനേജർ ഓർത്ത് സമാധാനിക്കും. സ്റ്റുഡിയോ വളരെ കാമാണ്, ക്യാമറയും സേഫാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വന്നാലും ഒരു ഈവിൾ സ്പിരിറ്റിന് ഇതിനകത്ത് കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തീരലും എന്തോ ഭയങ്കര ശബ്ദം കേട്ട് മാനേജർ പേടിക്കും. സ്റ്റുഡിയോയുടെ പുറത്തിറങ്ങി നോക്കുമ്പോൾ റൂം മൊത്തം ആകെ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോഴാണ് ആ ക്യാമറ എവിടെയെന്ന് ചോദിച്ച് ആ കൊടൂരമായ ഈവിൾ സ്പിരിറ്റ് മാനേജറിന് മുന്നിൽ വരുന്നത്. അതിവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബക്കറ്റ് ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറും. എന്നാൽ ഈ ഈവിൾ സ്പിരിറ്റിന് അങ്ങോട്ടേക്ക് കയറാൻ സാധിച്ചില്ല. ക്യാമറ എവിടെയെന്ന് പറഞ്ഞാലറി ആ ഡോറിലേക്ക് വീണ്ടും കയറാൻ നോക്കും. കീജു നീ എവിടെയാണ്, വേഗം വാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന മാനേജറിനെ കാണിച്ചുകൊണ്ട് ആ സീൻ കട്ടാകും. ഇതൊന്നും അറിയാതെ കീജുൻ സുഖസുന്ദരമായി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കും. ടേബിളിൻ്റെ പുറത്ത് ഇവരുടെ കാർട്ടൂൺസ് ഹാൻ വരച്ചിരിക്കുന്നത് കണ്ട് മുന്നേ ജെങ്സ് വരച്ചിരിക്കുന്നത് പോലെയുണ്ടല്ലോ എന്നിവൻ ചിന്തിക്കും. കഴിഞ്ഞ ദിവസം ഹാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇനി ഹാൻ തന്നെയാണ് ജെങ്സൂൻ എന്ന സംശയം ഇവനിലുണ്ടാകും. ഹാൻ കീജുവിനെ ഹഗ് ചെയ്യുമ്പോൾ ഇവൻ അവളെ ജെങ്സൂൻ എന്ന് വിളിക്കും. നിനക്കെങ്ങനെ ആ പേരറിയാം? അതിൻ്റെ ചെറുതിലെ നിക്നെയിമായിരുന്നെന്ന് ഹാൻ പറയും. ഇവൻ വേഗം അവളുടെ കയ്യിലെ ആ മാർക്ക് നോക്കും. ഹാൻ തന്നെയാണ് ജെങ്സു എന്നറിയുമ്പോൾ കീജുവിന് ഒരുപാട് സന്തോഷമാകും. ജെങ്സു ഡിസപ്പിയർ ആയപ്പോൾ മരിച്ചെന്നാണ് കീജുൻ കരുതിയിരുന്നത്. അവൾ ജീവിച്ചിരിപ്പുണ്ട്. അത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഹാനാണെന്നറിയുമ്പോൾ ഇവന് ഒരുപാട് സന്തോഷമാകും. ഈ കാര്യങ്ങളെല്ലാം ഹാനോട് പറയുമ്പോൾ അവൾ കൂടുതൽ എക്സൈറ്റഡ് ആകും. എന്തുകൊണ്ടാണ് തനിക്ക് അതൊന്നും ഓർമ്മയില്ലാത്തതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ നീ ആ സമയം അൺകോൺഷ്യസ് ആയിരുന്നത് കൊണ്ടാണെന്ന് കീജുൻ പറയും. അപ്പോൾ ഞാനായിരുന്നല്ലേ ആ കുരുത്തം കേട്ട പെണ്ണെന്ന് ഇവൾ ചോദിക്കുമ്പോൾ അങ്കിൾ പോയതിനു ശേഷം എനിക്കൊന്നും ചെയ്യണ്ടായിരുന്നു. എന്നാൽ നീ വന്നപ്പോൾ അതെല്ലാം മാറി. നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ എനിക്ക് അങ്കിളിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയേ വന്നിട്ടില്ല എന്ന് കീജുൻ പറയും. പിന്നീട് ഇവർ സേഫ് സോണിനെ കുറിച്ച് സംസാരിക്കും. നീ ഗോസ്റ്റ് ആയിരുന്നിട്ട് മറ്റു ഗോസ്റ്റുകളെ പേടിച്ച് നിന്നപ്പോൾ സോൾട്ട് ഉപയോഗിച്ച് വളരെ കെയർഫുള്ളായി ഒരു സർക്കിൾ വരച്ചു. അതാണ് സേഫ് സോൺ എന്നും അത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണെന്നും കീജുൻ പറയും. അതുകൊണ്ടാണല്ലേ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സേഫ് സോൺ വർക്ക് ചെയ്യുന്നതെന്ന് ഹാൻ പറയുമ്പോൾ എന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചതിന് കീജുൻ ഹാനോട് നന്ദി പറഞ്ഞ് ഒരുപാട് നാൾ എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണമെന്നും കീജുൻ പറയും.
മറ്റൊരിടത്ത് ജയിലിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നതായി കാണിക്കും. ഒരു പെൺകുട്ടി ഇവന് കല്യാണ ലെറ്റർ കൊടുത്തത് ഇവൻ ഓർക്കും. അവൾ തൻ്റെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. എന്നാൽ തൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ എന്ന് ഇവൻ ചിന്തിക്കും. ഇയാൾ റൂമിലെത്തി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആരോ വരുന്നതായി കാണിക്കും. കല്യാണ ഡ്രസ്സ് വളരെ സന്തോഷത്തിൽ ഇവൻ നോക്കി നിൽക്കും. എന്നിട്ട് ലെറ്റർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആള് ഇവൻ്റെ പുറകിൽ വന്ന് അവനെ കൊല്ലാൻ ശ്രമിക്കും. കഴുത്തിൽ ഒരു കയറിട്ട് മുറുക്കിയായിരിക്കും അതിന് ശ്രമിക്കുന്നത്. നീ ആരാ? നീയല്ലേ ആ കൊലപാതകങ്ങളൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്? പറ, നീ ആരാണെന്നൊക്കെ ഇവൻ ചോദിക്കും. ആ കില്ലർ വീണ്ടും വന്ന് അവനെ ആ കയർ ഉപയോഗിച്ച് കൊല്ലും. എന്നിട്ട് സൂയിസൈഡ് ചെയ്തതുപോലെ കെട്ടിത്തൂക്കുകയും ചെയ്യും. പിന്നീട് ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഹാനിനെയും കീജുനെയും കാണിക്കും. ഹാനിന് വർക്കുണ്ട്, ലേറ്റ് ആകുമെന്ന് പറയുമ്പോൾ കീജുൻ വന്ന് പിക്ക് ചെയ്തോളാമെന്ന് പറയും. അങ്കിളിനൊപ്പം നീ ഐലൻഡിലേക്ക് പോവാൻ പോവുകയല്ലേ? അങ്കിളിനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം. അവിടെ ആളുകൾ കുറവാണെന്നല്ലേ പറഞ്ഞത്? ഇത്രയും ഹാൻസമായ നിന്നെ അവിടെയുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ക്രഷ് തോന്നിയാലോ എന്ന് ഒരു കുശുമ്പോടു കൂടി ഹാൻ പറയും. ഇത് കേട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് തീർച്ചയായും നമുക്ക് ഒരുമിച്ച് തന്നെ പോകാമെന്ന് കീജും പറയും. കീജും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിറച്ചും ആളുകളും പോലീസും ഒക്കെയാണ്. വീടിന് മുന്നിലായി കുറേ പൂച്ചകളുടെ ശവങ്ങളും വീട്ടിലെ ചില്ലൊക്കെ തകർന്നു കിടക്കുന്നത് കണ്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഇവൻ ആലോചിക്കും. ഭാഗ്യത്തിന് മാനേജർക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാകില്ല. അവൻ ഒളിച്ചിരിക്കുന്നത് കീജും കാണും. കീജുവിനെ കണ്ടപാടെ ഇവൻ ഇറങ്ങി വരും. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് കീജുൻ ചോദിക്കും. ഇന്നലെ ഇവിടെ ഒരു ഈവിൾ സ്പിരിറ്റ് വന്നെന്ന് മാനേജർ പറയുമ്പോഴേക്കും കീജുവിനെ കണ്ട അവിടേക്ക് ഓഫീസർലി അവനരികിലേക്ക് വരും. കീജുവിനോട് വെളുപ്പിന് 2-നും 3-നും ഇടയിൽ, അതായത് ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന ടൈമിൽ നീ എവിടെയായിരുന്നെന്ന് ചോദിക്കും. ഞാൻ സിയോളിന് പുറത്തായിരുന്നു എന്ന് പറയുമ്പോൾ അത് തെളിയിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഓഫീസർലി ചോദിക്കും. അതെന്താ, ഞാനെന്താ സസ്പെക്റ്റ് ആണോ എന്ന് കീജുൻ ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ്. ഈയിടെയായി പൂച്ചകളെ കൊന്നിടുന്നതിൻ്റെ കോൾസ് ഒരുപാട് വരുന്നുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ അനുസരിച്ച് നിന്റെ ഫോട്ടോ സ്റ്റുഡിയോയുടെ പരിസരത്ത് വെച്ചാണ് ഇതെല്ലാം നടന്നിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം അത് നിന്റെ വീടിൻ്റെ മുന്നിലാണ്. ഇത് ഒരു കോയിൻസിഡൻ്റ് ആണെന്ന് പറയാൻ സാധിക്കുമോ? അപ്പോൾ ഞാനാണ് കുറ്റക്കാരനെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്കെന്ത് ഇതൊക്കെ ചെയ്യാൻ ഭ്രാന്താണോ? അതും എൻ്റെ ഫോട്ടോ സ്റ്റുഡിയോയിൽ എന്ന് കീജുൻ ചോദിക്കും. നീയാണ് കുറ്റവാളിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും ഓഫീസർലി പറയും. മറ്റൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം. എനിക്കെൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏത് ടൈമിലാണ് നീ ഓപ്പൺ ആക്കുന്നതെന്ന് ഓഫീസർലി ചോദിക്കും. സാധാരണ എല്ലാവരും തുറക്കുന്ന ടൈമാണെന്ന് കീജും പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ രാത്രി സ്റ്റുഡിയോ തുറക്കുകയും വൈകി അടക്കുകയും ചെയ്യുന്നു. 1-2 കസ്റ്റമേഴ്സ് മാത്രമാണ് വരികയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്ലേസിനെ ഞങ്ങൾ പോലീസുകാർ ഫേക്ക് സ്റ്റോർ എന്നാണ് പറയുന്നതെന്നും പറയും. നിങ്ങളിപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? പ്ലീസ്, ഇവിടെ നിന്നും പോണ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഹൈപ്പോത്തിസിസ് ചെയ്യുകയല്ല എന്ന് കീജും പറയും. ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. വീണ്ടും കാണണം. ഇവിടം വിട്ട് ദൂരെ എങ്ങും പോകരുതെന്ന് ഓഫീസർലി പറഞ്ഞു പോകും. ആ ക്യാമറ എവിടെയെന്ന് കീജൻ മാനേജറോട് ചോദിക്കുമ്പോൾ ആ ഈവിൾ സ്പിരിറ്റിന് സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറാൻ സാധിച്ചില്ലെന്ന് മാനേജർ പറയും. പക്ഷേ ഇത്രയും ദൂരം ആ ഈവിൾ സ്പിരിറ്റ് വന്നമെങ്കിൽ എന്ന് മാനേജർ പറഞ്ഞു നിർത്തുമ്പോൾ അതിനർത്ഥം എൻ്റെ മരണം അടുത്തെത്തി കഴിഞ്ഞുവെന്ന് കീജൻ പറയും. ഹാനോട് ഇവിടെ ഒരു മോഷണ ശ്രമം മാത്രമാണ് നടന്നതെന്ന് പറഞ്ഞാൽ മതി എന്ന് മാനേജറിനോട് പറയും. അതേപോലെ തന്നെ ഇവൻ മെസ്സേജ് അയക്കുകയും ചെയ്യും. ഞാൻ വേഗം വരാം, ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ അവൾ മെസ്സേജ് അയക്കുമ്പോൾ വേണ്ട, എനിക്കിവിടെ ഒരുപാട് കൈകളുള്ള കാര്യം നിനക്കറിയാമല്ലോ എന്ന് തിരിച്ച് ഇവൻ മെസ്സേജ് അയക്കും. നടന്നതെല്ലാം മറന്ന് മൈൻഡൊക്കെ ഫ്രഷ് ആക്കി നാംഗു അപ്പോഴാണ് അവിടേക്ക് വരുന്നത്. മാനേജർ ഇവനെ കണ്ടതും ഇത്രയും ലേറ്റ് ആയത് എന്താണ്? കരഞ്ഞുകൊണ്ട് നിനക്കറിയോ, ഞാൻ ഇന്നലെ കൊല്ലപ്പെട്ടേനെ, ഞാൻ 2 വട്ടം മരിക്കാൻ പോയി എന്നൊക്കെ പറയും. നാംഗു അവനെ ആശ്വസിപ്പിക്കും. മാനേജർക്ക് പേടി ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോഴാണ് അവർക്ക് നെക്സ്റ്റ് വിസിറ്റർ വരുന്നത്. നേരത്തെ സീനിൽ കണ്ട ഒരാൾ കൊന്നു കെട്ടി തൂക്കിയില്ലേ, ആ ആൾ തന്നെയാണ് വന്നിരിക്കുന്നത്. വന്ന ഉടനെ തന്നെ ആ കൊലപാതകങ്ങളൊക്കെ എൻ്റെ തലയിൽ കെട്ടിവെച്ച ആൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൊന്നു. എനിക്കവൻ ഇപ്പോൾ തന്നെ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ഹാൻ, അതെ പ്രോസിക്യൂട്ടർ ഹാൻ, എനിക്കവളെ കാണണം, എനിക്കവളോട് സംസാരിക്കണം, ശരിക്കുമുള്ള കില്ലറിനെ ഞാൻ കണ്ടു എന്നൊക്കെ പറയണമെന്ന് പറയും. ഇവനെ കണ്ടപാടെ ഒരു മിനിറ്റ്, കുറച്ചു വർഷം മുന്നേയുള്ള വെക്കേഷൻ ഹോം മർഡർ കേസിലെ സസ്പെക്ട് കിം യൂൺ ഷ്യൂൽ അല്ലേ നീ എന്ന് നാംഗു ചോദിക്കും. അപ്പോൾ ഇത് ഈവിൾ സ്പിരിറ്റ് തന്നെയാണല്ലേ എന്ന് മാനേജർ പേടിച്ചുകൊണ്ട് ചോദിക്കും. എന്ത്, വർഷങ്ങൾക്ക് മുന്നെയോ? നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ഇന്നലെയാണ് റിലീസായത് എന്ന് യൂൺ പറയുമ്പോൾ വിസിറ്റർ ഈ ഇയർ ഏതാണെന്ന് കീജുൻ ചോദിക്കും. തീർച്ചയായും ഇത് 2019 തന്നെയാണെന്ന് യൂൺ പറയും. ഇതിപ്പോൾ 2023 എന്ന് കീജുൻ പറയുമ്പോൾ അങ്ങനെ വരാൻ ഒരു ചാൻസുമില്ല. എന്ത്? ഒരിക്കലുമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അതെല്ലാം കേൾക്കുമ്പോൾ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ആ ഒരു ഇമോഷനിൽ സ്റ്റുഡിയോ ആകെ ഒന്ന് കുലുങ്ങും. അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല.
എല്ലാവരും ചേർന്ന് ഇവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫോഴ്സിൽ അവരെല്ലാവരും തെറിച്ചു വീഴും. എന്താണ് ഇവിടെ നടക്കുന്നതെന്നറിയാതെ അവൻ അവിടെ നിന്നും ഓടും. കുറേ ദൂരം നെതർ വേൾഡിലെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ മെമ്മറി ബ്ലറാകാൻ ചാൻസ് ഉണ്ട്. അവൻ ഒരു പക്ഷേ കൊല ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനത് ഉറപ്പുണ്ടാകില്ല എന്ന് കീജുൻ പറയുമ്പോൾ അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തക്ക വിധമായാൽ എന്ത് ചെയ്യും? ഈവിൾ സ്പിരിറ്റായി മാറുമോ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ നമുക്ക് അവനെ തടയണമെന്ന് കീജുൻ പറയും. അവൻ കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും അവൻ ഹാനെ മീറ്റ് ചെയ്യാതെ നോക്കണം. അവളെ ഇനിയും അപകടത്തിലേക്കാക്കരുത്. നമുക്ക് അവനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. മാനേജറിനോട് സ്റ്റുഡിയോയിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് കീജുവും നാംകോവും ഹോൻചോളിനെ അന്വേഷിച്ചു പോകും. യൂൻചോളിലാണെങ്കിൽ വേൾഡൊക്കെ മാറിയതിൽ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അടുത്തു കൂടി പോകുന്ന ഹാനെ ഇവൻ കാണില്ല. ഹാൻ കീജുവിൻ്റെ ഫോട്ടോ അവൻ അറിയാതെ ലാമിനേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാകും. അത് മേടിച്ച് സ്റ്റുഡിയോയിൽ കൊണ്ടുവയ്ക്കുന്നത് കണ്ട് മാനേജർ ഓടി വന്ന്, നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാ ഈ ഫോട്ടോ ഇവിടെ വെക്കുന്നതെന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കും. അല്ല, 35 വയസ്സ് തികയുന്നതിന് മുന്നേ ഫോട്ടോ വെക്കുന്നത് ട്രഡീഷണലാണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണെന്ന് ഇവൾ പറയും. ഇത് ഫ്യൂണറൽ ഫോട്ടോയാണ്. ഈ ഫോട്ടോസിൽ കാണുന്നവരെല്ലാം 35 വയസ്സിന് മുന്നേ മരിച്ചവരാണെന്ന് ഇവൻ പറയും. ഇതൊക്കെ കേട്ട് ഹാനിന് വളരെ ഷോക്കാകും. കീജുവിനെ കണ്ടപാടെ നീ മരിക്കാൻ പോവുകയാണോ എന്നിവൾ ചോദിക്കും. നീ നിൻ്റെ ഫ്യൂണറൽ ഫോട്ടോയാണോ എന്നെ കൊണ്ടെടുപ്പിച്ചത്? ഇവളുടെ ചോദ്യങ്ങളൊക്കെ കേട്ട് വളരെ ഷോക്കായി നിൽക്കുന്ന കീജുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് എപ്പിസോഡുമായി കാണാം. ബൈ.